ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, അതുപോലെ മസാല കറി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ അടുക്കളയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ബ്യൂട്ടി കെയറിങ് ഒക്കെ ആവാമെന്നൊക്കെ വിചാരിച്ചു. കാരണം കുറേ ദിവസമായി മഞ്ഞളൊക്കെ തേച്ച് കുളിച്ചിട്ട്. അപ്പോൾ ഇന്ന് മഞ്ഞളൊക്കെ തേച്ച് ഉഷാറായിട്ടൊന്ന് കുളിക്കാൻ വിചാരിച്ചു. അപ്പോൾ മുറ്റത്ത് തന്നെ മഞ്ഞൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ മണ്ണൊക്കെ കുറേ പോയിട്ട് ഇങ്ങനെ മഞ്ഞൾ പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തതാ അലക്കണ കല്ലാണത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഉരച്ചെടുക്കുന്നുണ്ട്. മഞ്ഞളൊക്കെ ഒരു ഭാഗത്ത് ഉരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം കൂടെ മഞ്ഞൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഉരച്ചെടുത്ത് മുഖത്ത് അങ്ങനെ തേക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബ്യൂട്ടി പാർലർ എന്ന് വെച്ചാൽ നമ്മളെ വീട് തന്നെയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കല്യാണമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പാർലറിലൊന്നും പോയി ത്രെഡ് ചെയ്യാന്നല്ലാതെ അങ്ങനെ മഞ്ഞളൊക്കെ നല്ല ഉഷാറായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് താളിയും കൂടെ ഉണ്ടാക്കിട്ടോ. നല്ല ചെമ്പരത്തിത്താളീൻ്റെ മൊട്ടും ഇലയും പൂവും എല്ലാം കൂടെ നല്ലോണം ഉരച്ചെടുത്തു കേട്ടോ. അപ്പോൾ വേഗം ഓടിച്ചെന്നൊരു കുളിയൊന്ന് കുളിക്കട്ടെ. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ കുറേ സമയം ഉണ്ടാവുമല്ലോ മക്കൾക്ക് സ്കൂളുള്ളതുകൊണ്ട് വേഗം അങ്ങനെ രാവിലെ അങ്ങനെ അവരെ ഒരുക്കി പറഞ്ഞേക്കുമ്പോൾ പെട്ടെന്ന് വേഗം പോയി കുളിക്കലാണ്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഓരോ പരിപാടിയാണ്. അപ്പോൾ ഞായറാഴ്ച ലച്ചുമോക്ക് ഡാൻസും കാര്യങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ രാവിലെ നേരത്തെ പോകും. 7:15 ബസ്സിനൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ താളി ഇതൊക്കെ ഒന്ന് തേക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയല്ലേ. അപ്പോൾ ഇന്ന് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് താളിയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ചായ കുടിച്ചു. മക്കളൊക്കെ എണീറ്റ് അവരൊക്കെ ചായ കുടിച്ച് അവർ കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. സ്കൂളില്ലെങ്കിൽ അവർ നേരത്തെ എണീക്കും കേട്ടോ. നേരത്തെ എണീച്ചിട്ട് ചായയും കടിയൊക്കെ കുടിക്കും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അരി കഴുകിയിടുന്നുണ്ട്. അരി ഇട്ട് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ചാക്ക് നിറയെ എണ്ണത്തട്ട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എണ്ണത്തട്ട വാഴക്കൂമ്പ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് ചാക്കൊന്ന് കുടഞ്ഞപ്പോഴാണ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിയണ വരെ ഇതിനോടുള്ള തോരനായിട്ട് അങ്ങനെ രാവിലെ ആയിട്ടും വൈകുന്നേരമായിട്ടും അങ്ങനെ പോകും കേട്ടോ. അങ്ങനെ അതൊരു 2-3 എടുത്ത് അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചു. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തക്കാളിയും വെണ്ടയ്ക്ക് പരിപ്പിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി വെണ്ടയ്ക്കയും തക്കാളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തേങ്ങ അരച്ചിട്ടും തേങ്ങ അരക്കാതെയൊക്കെ കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. ഒരുപാട് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അച്ഛൻ പച്ചക്കറിയിൽ നിന്ന് കുറേ വെണ്ടയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഈ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറേ ആയിട്ടോ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ കറി വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല വറുത്ത മീനും കൂടി വേണം കേട്ടോ. എന്നാലാണ് ചോറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മൂത്ത വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. എന്നാലും സാരമില്ല, കുക്കറിലല്ലേ വെക്കണേ വിചാരിച്ചിട്ട് അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതങ്ങോട്ട് അരിഞ്ഞാട് മാറ്റി വെച്ചു. പിന്നെ വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചാൽ കറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും.
അപ്പോൾ ഇതിന് നല്ല കറണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൊത്തി അരിയണുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. ഇത് തോരൻ വെച്ചാലും മക്കളൊക്കെ നല്ല ഉഷാറായിട്ട് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങ ഇട്ടിട്ടും തേങ്ങ ഇടാതെയൊക്കെ ഇത് ഉപ്പേരി വെക്കും. മമ്പയർ, ചെറുപയർ അങ്ങനെയുള്ള സംഭവങ്ങളും കൂടി ഇതിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളധികം ഇങ്ങനെ ഇത് തേങ്ങ ഒക്കെ ഇട്ട് ചതച്ചിട്ട് അങ്ങനെയാണ് തോരൻ വയ്ക്കൽ. ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിഞ്ഞട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ചോറ് വെന്തത്. റേഷൻ കടയത്തെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചോറ് വെന്തു. ഇനിയിപ്പോൾ ഈ അടുപ്പിൽ തന്നെ ഉപ്പേരി വെക്കാം, മീൻ വറുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചോറ് ഇതാ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയത്തെ ജോലി ഇരിക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ ചോറും കറിയും വയ്ക്കുക, അതുപോലെ തന്നെ ചായയും കടി അങ്ങനെയുള്ള പരിപാടി ഞാനെടുക്കും. ബാക്കിയുള്ള പരിപാടികളൊക്കെ അച്ചെടുക്കും കേട്ടോ. അടിച്ച് തരിക, തുടക്കുക, പാത്രം കഴുകുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവളെടുക്കും കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞപ്പം മീൻ ഇതാ വറുക്കാൻ വെച്ചിട്ട് നല്ല അയില മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് നല്ല മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മീൻ വറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും നിലമ്പൂർ വരെ ഒന്ന് പോന്നു. ഏട്ടന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിലെ യാത്ര ചെയ്യാന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് ഇതിലെ യാത്ര ചെയ്യാൻ. ഇവിടേക്കിടെ എത്തുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ടാവും, നല്ല രസമാണ് ഇതിൽ യാത്ര ചെയ്യാൻ. അപ്പം രണ്ട് സൈഡിലായിട്ട് നല്ല മരങ്ങളും, അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ നിലമ്പൂർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ചീട്ടെടുക്കാൻ വേണ്ടിയിട്ട് വരി നിന്നിട്ടുണ്ട്. ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ കാട്ടി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഇനി ഇതാ ഞങ്ങളെ വീട്ടിലെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഇല കണ്ടോ, ഇതാണ് ഒരു സൈസ് ചീരയാണ് കേട്ടോ. പ്രഷറോ ഷുഗറോ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കുറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചീരയും കൂടെയാണ്. പിന്നെ എന്താ ശംഖുപുഷ്പമുണ്ട്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ വയലറ്റ് കളറും ഉണ്ട്, വെള്ള കളറും ഉണ്ട്. ഇതിങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ പൂച്ചെടി ഉണ്ട്. അപ്പോൾ ഈ പൂച്ചെടീൻ്റെ മുകൾ കൂടെയാണ് ഇത് വളർന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കോവക്ക വെള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചെടിയൊക്കെ ഇതാ നല്ല ഉഷാറായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വയലറ്റ് കളറ് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകലുണ്ട് കേട്ടോ. പല ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകലുണ്ട്. അപ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ പൂക്കളൊക്കെ. അപ്പോൾ ഈ പൂക്കളെ ഇടയിൽ കൂടെ നല്ല പൂമ്പാറ്റയും ഒക്കെ പാറി നടക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരുപാട് പൂമ്പാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ ഇതാ പോപ്പിച്ചെടി കേട്ടോ. അപ്പോൾ ഈ ചെടി ഞാൻ നട്ടതൊന്നുമല്ല, എൻ്റെ ഇളയിച്ചി നട്ടതാണ്. അപ്പോൾ അവൾ ചെടീൻ്റെ ഒരാളാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയും കാര്യങ്ങളൊക്കെ. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ ചെടി ഉണ്ടാക്കൽ അവളാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് വെള്ള കളറ് ശംഖുപുഷ്പത്തിൻ്റെ വള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇത് ഇലഞ്ഞിമരമാണ് കേട്ടോ. ചെറിയൊരു ഇലഞ്ഞിമരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു മരം ഞങ്ങളെ മുറ്റത്തുണ്ട് കേട്ടോ. അതും കൂടെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതാ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയുണ്ട്. അപ്പോൾ ഇതുമ്മൊന്നും കായ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് വലിയ ഇലഞ്ഞിമരം. അപ്പോൾ ഇതുമ്മ നല്ല പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ആകുമ്പോൾ കുറേ പൂക്കളുണ്ടാവും മുറ്റത്ത്. അപ്പോൾ മുറ്റം അടിക്കാനേ തോന്നില്ല കേട്ടോ, ഒരുപാട് പൂക്കളുണ്ടാവും. അങ്ങനെ പിന്നെ ഇതാ ഞാൻ നട്ട ഒരു സാധനമാണ് ഇത് കേട്ടോ, കറ്റാർ വാഴ. അപ്പോൾ കറ്റാർ വാഴ ഒരുപാട് നല്ല വണ്ണത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ പോയി കേട്ടോ. പിന്നെ അതാ ഒരു പോപ്പിച്ചെടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും തന്നെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത് നമ്മൾ ചിക്കന്, ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ ഇടുന്നൊരു സാധനമാണ്. ഇതിനെന്താ സുഗന്ധരാജോ അങ്ങനെ എന്തോ ആണ് പേര്, കറക്റ്റ് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതാ ഒരു വെള്ള കളർ ചെറിയൊരു പൂവുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അതുപോലെ തന്നെ അതാ ഒരു കുഞ്ഞൊരു പൂവുണ്ട്. അപ്പോൾ ഈ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇതാ കണ്ടോ, ഇതെന്താ സർമുല്ലേ അങ്ങനെ എന്തോന്നാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വിത്ത് നട്ടാൽ തന്നെ തൈ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കൃഷ്ണഗിരിയുടെ ഉണ്ട്. കൃഷ്ണഗിരിയുടെ ഒക്കെ ഇതാ നല്ല പൂത്ത് ഒലഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് അത് കാണാനായിട്ട്.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂട്ടുകാരൊക്കെ പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.